Hi dears, good evening all of you. AI Healing ഹബിന്റെ മെന്റൽ ടോക്കിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, മൊയിൻകോട്ടസ് ആയിട്ടുള്ള ബാസിലമാമിനെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുപാട് അറിവുകൾ നമുക്ക് ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ന് 8ാമത്തെ സെഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എല്ലാ സെയിമും 8ആയിരിക്കും. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ മുന്നിലെ ഓരോരോ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് അറിവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുന്നുണ്ടാവും. ഒരു തിരിച്ചറിവും കൂടിയാണ്. നമ്മൾ അങ്ങനെയാണോ, നമ്മളെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെല്ലാം ക്ലിയർ ആക്കാനുണ്ട്, എന്തെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്, എന്തെല്ലാം നമുക്ക് ഒഴിവാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് അറിവുകളുമായിട്ട്, വ്യത്യസ്ത അറിവുകളുമായിട്ടാണ് ഓരോ ആഴ്ചയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നത്. നമുക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നല്ലൊരു മെഡിറ്റേഷനോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അത് ഞാൻ ആസിമാമിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു ആസിമ. താങ്ക് യു നസീറ മാം, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫ്രൈഡേയിൽ എല്ലാവരോടും ഒത്തൊന്ന് കൂടാൻ സാധിച്ചതിനും എൻ്റെ കൂടെയുള്ള GCTP ബാച്ചിലെ 16 ബാച്ചിലെ ബാസില മാമിനെ ഇതിലേക്ക് എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ, ഇതിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂടെയുള്ള കുറേ പേരുണ്ട്, അവരെ ഞാനിങ്ങനെ ഇടയ്ക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരണം, നമ്മൾക്ക് അറിവുകൾ നേടാൻ സാധിക്കണം എന്നുള്ളതിനെ കുറിച്ചും പുതിയ അറിവുകൾ നമ്മളിലേക്ക് എത്തണം എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ബാസില മാമാണ് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പേ നമുക്ക് ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒരു മെഡിറ്റേഷനിലൂടെ കടന്നു പോകാം. എല്ലാവരും അതിനായിട്ട് റെഡിയാണെന്ന് വിചാരിക്കുന്നു. പതിയെ കണ്ണുകളടച്ച് പുഞ്ചിരിയോടുകൂടി ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ആ ശ്വാസം നമ്മളിലൂടെ കടന്നു പോകുന്നതും അത് പുറത്തേക്ക് പോകുന്നതും നാം ശരിക്കും ഫീൽ ചെയ്യുക, അനുഭവിച്ചറിയുക. ആ ശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്നതും നമ്മൾ ജീവനുള്ളതും. അതുകൊണ്ട് തന്നെ ആ ശ്വാസത്തെ എത്രത്തോളം സ്നേഹിക്കാൻ സാധിക്കുമോ അത്രത്തോളം സ്നേഹത്തോടു കൂടി ആ ശ്വാസത്തെ ഒന്ന് തിരിച്ചറിയുക. ആ ശ്വാസത്തിൽ ഒരു നിമിഷം നാം ഒന്ന് അനുഭവിച്ച് ഈ പ്രസന്റിൽ നാം ഇവിടെ തന്നെയാണെന്നുള്ളതൊന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ ഈ നിമിഷത്തെ ധന്യമാക്കുന്ന നമ്മളിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്ന് ഫീൽ ചെയ്യുക. ഞാൻ ആരാണെന്നുള്ളതും എന്നിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണുള്ളത് എന്നുള്ളതിനെ കുറിച്ചും ഒന്ന് ഫീൽ ചെയ്യുക. ഓരോ നിമിഷത്തിലും ആ നിമിഷത്തെ തിരിച്ചറിയാനും അത് അനുഭവിക്കാനും സാധിക്കുന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും ഹൃദയം കൊണ്ട് അതിനെ അനുഭവിച്ചറിയാനും സാധിക്കുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിലേറെ നാം ഒരു മനുഷ്യനായി പിറവിയെടുത്തത് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് ഞാൻ എന്ന തിരിച്ചറിവ്. അത് നമ്മുടെ അനുഗ്രഹമാണ്. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്.
ആ അനുഗ്രഹങ്ങളെയെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞ് ആ അനുഗ്രഹങ്ങളെല്ലാം നൽകിയതാരാണോ അവനിലേക്ക് നമ്മെ പൂർണ്ണമായും സമർപ്പിച്ച് ആ സ്നേഹത്തെ തിരിച്ചറിയുക. ആ സ്നേഹത്തിലൂടെ ഇന്നത്തെ ദിവസം നമ്മളിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ ചിന്തകളെയും നാം മനസ്സിലാക്കി അതിൽ വേണ്ടതിനെ മാത്രം നാം അക്സെപ്റ്റ് ചെയ്യുകയും അല്ലാത്തതിനെ പുറന്തള്ളുകയും ചെയ്യുക. ആ സ്നേഹത്തിലൂടെ ഇന്നത്തെ ദിവസം നമ്മളിൽ വന്നിട്ടുള്ള ക്ഷമിക്കേണ്ടുന്നതായ കാര്യങ്ങളെ നാം ഇന്നത്തെ ദിവസം ഈ നിമിഷത്തിൽ തന്നെ ഫൊർഗീവ് ചെയ്ത് കളയുന്നത് ഫീൽ ചെയ്യുക. ഇന്നത്തെ എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ, എൻ്റെ പ്രവൃത്തിയിലൂടെ എന്നിൽ എന്തൊക്കെയാണോ നെഗറ്റീവായി തോന്നിയിട്ടുള്ളത്, പ്രയാസമായി തോന്നിയിട്ടുള്ളത്, അതിനൊക്കെയും സ്വന്തത്തിനോട് തന്നെ ക്ഷമ ചോദിക്കുക. ആ ക്ഷമയിലൂടെ, ആ ക്ഷമ ചോദിക്കലിലൂടെ നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഈ ജീവിതത്തിൽ നാം എന്തൊക്കെ നേടിയാലും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെ തിരിച്ചറിയാനും അതിൽ നന്ദി പ്രകാശിപ്പിക്കാനും നമുക്ക് ക്ഷമിക്കേണ്ടതിനെ ക്ഷമിക്കാനും സാധിക്കുമ്പോഴാണ് ആ ജീവിതം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ സാധിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിമിഷം നന്നായി പുഞ്ചിരിക്കുക. ഒരു നിമിഷത്തിൽ ഒത്തുകൂടാൻ സാധിച്ചതിന്, പുതിയ അറിവുകൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതിന്, ആ അറിവുകളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതിന് നന്ദി പറയുക. പുഞ്ചിരിച്ചുകൊണ്ട് ഒരു നിമിഷം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് ആ ശ്വാസം നൽകിയവനെ, ആ ഹൃദയത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ആ ഹൃദയമിടിപ്പിനെ അറിയുന്നവനെ, അതിനെ പ്രവർത്തിപ്പിക്കുന്നവനെ, നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഡൈജഷൻ പ്രവർത്തനങ്ങൾ, അതിലൂടെ നാം അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന അതുപോലെയുള്ള ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു പ്രൗഡ് ഫീലിങ്ങിൽ നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് സറണ്ടർ ചെയ്യുക. യെസ്, ഒരു നിമിഷം സൈലൻ്റ് ആയിട്ട് സറണ്ടർ ചെയ്ത് ഇരിക്കുക. അതിലൂടെ നാം നമ്മെ തന്നെ കാണുകയും നമ്മോട് സംസാരിക്കുകയും നമ്മെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുക. യെസ്, സ്വന്തത്തിനൊന്ന് റിയലൈസ് ചെയ്തിട്ട് പതിയെ കണ്ണുകൾ തുറന്ന് ഒരു നിമിഷത്തിലേക്ക് വരിക. മെഡിറ്റേഷനിൽ നിന്ന് തിരിച്ചു വന്നവരെല്ലാം വീഡിയോ മോഡിൽ വരിക. നമ്മുടെ ഗസ്റ്റ് ഇവിടെ നമുക്ക് എല്ലാവരും ജോയിൻ ആണോ, ഒപ്പം തന്നെ ആദ്യം തന്നെ ജോയിൻ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് എനർജി കണക്ഷനാണ്. അപ്പോൾ നമ്മൾ വീഡിയോ മോഡിൽ ഇരുന്ന ആ അറിവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിലൂടെ കളക്റ്റീവ് കോൺഷ്യസ്നെസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരുടെയും എനർജി
കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ തന്നെ വീഡിയോയിൽ അൽഹംദുലില്ലാ ആ പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു എനർജിയാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ആ പുഞ്ചിരിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുക. നന്നായിട്ട് ചിരിക്കുക എന്നുള്ളതാണ്, മനസ്സറിഞ്ഞ് ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, എ ഹെയിലി ഹബിൻ്റെ മാജിക്കൽ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി ബസ്ല മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു ബസ്ല മാം. താങ്ക് യു സോ മച്ച്. ഓഡിബിൾ അല്ലേ? യെസ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ നമുക്ക് തന്നതിന് ആസി മാമിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് തൊട്ടേ ഞങ്ങളുടെ ഏറ്റവും ടീമായിട്ട് ലീഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ് നമ്മുടെ ആസിയ മാം. അപ്പോൾ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഫസ്റ്റിലെ തുടക്കത്തിൽ തന്നെ കിട്ടിയിരിക്കുന്നു. മെഡിറ്റേഷൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും മെഡിറ്റേഷൻ ആസി മാമിലൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അത് അറിയുന്ന ആൾക്കാരാണ്, അത് കേട്ടിട്ടുള്ള ആൾക്കാരാണ്, അത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് തന്നെ ഞാൻ ആസി മാമിന് ആ ഒരു മെഡിറ്റേഷൻ തന്നതിന് താങ്ക് യു പറയാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും താങ്ക് യു പറയാണ്. ആൻഡ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തിട്ടല്ല ഇവിടെ ഇരുത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വയം ഇഷ്ടപ്രകാരം നിങ്ങളുടെ ആ ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ മോഡിൽ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇരുന്ന് കേൾക്കുമോ? എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു എനർജി കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് അത് ബോർ ഫീൽ ചെയ്യുന്നില്ലേ? നേരെ മറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരെയും ഫേസ് കണ്ടിട്ട് സംസാരിക്കുന്ന സമയത്ത് അത് എനിക്കും കൂടുതൽ എനർജറ്റിക് ആയിട്ട് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് കൂടെ തന്നെ നിങ്ങൾക്കും എൻ്റെ ആ ഒരു വൈബ്രേഷൻ, അതായത് നിങ്ങളുടെ വൈബ്രേഷനും എൻ്റെ വൈബ്രേഷൻ നമ്മുടെ വീഡിയോ മോഡിൽ വന്നിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ്, ഒരു കണക്ഷനാണ്. അപ്പൊ നിങ്ങൾ പറ്റുന്നവരൊക്കെ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വീട്ടിലെ ഓരോ തിരക്കിനിടയിലായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിയിലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കഴിയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ മോഡിൽ വന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാജിക്കൽ ടോക്കന്റെ 8ാമത്തെ സെഷൻ ആണെന്ന് ഞാൻ ജസ്റ്റ് കേട്ടു. 8ാമത്തെ സെഷൻ അല്ല ആസിയ? ഒരുപാട് സെഷൻസ് നടത്തുന്നുണ്ട് ആസിയ മാം, തുടർച്ചയായിട്ട് സെഷൻസ് നടത്തുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പേരില് നിങ്ങളുടെ മുന്നിൽ സുപരിചിതയായിട്ട് നിൽക്കുന്ന ആളാണ് ആസിയ മാം. അപ്പം ആസിയ മാം വിളിച്ച സമയത്ത് ഞാൻ ഒട്ടും നോ അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും അത് പറയാൻ വേണ്ടിയിട്ട് നിന്നില്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം നമ്മുടെ ചിന്തകളിലൂടെ എത്രത്തോളം ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. രാവിലെ എണീച്ച മുതൽ അല്ലെങ്കിൽ നമ്മളുടെ ദിവസം തുടങ്ങുന്ന മുതൽ നിങ്ങൾ ഉറങ്ങുന്ന സമയം വരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ എത്രത്തോളം ചിന്തകളാണ് കടന്നു പോകുന്നത്. നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ പറ്റിയിട്ട്, അവരുടെ എഡ്യൂക്കേഷനെ പറ്റിയിട്ട്, അതുപോലെ നമ്മുടെ പാർട്ട്നേഴ്സിനെ കുറിച്ചിട്ട്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ ഫുഡ്, ക്ലീനിങ്, ജോലി, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നിരന്തരം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര ആൾക്കാർ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാറുണ്ട്? ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രൗഡായിട്ട് പറയാം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയമാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾ നിങ്ങളെ സെൽഫിനോട് പറയാ വെരി ഗുഡ്, ഇത് ഞാൻ എനിക്ക് കൊടുക്കുന്നതാണ്, നീ ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണെന്നുള്ള രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. പലപ്പോഴും പലരും നമ്മുടെ അവനവനെ കുറിച്ച്, അതായത് നമ്മുടെ സെൽഫിനെ കുറിച്ച് ഒരു ചിന്ത കൊടുക്കാറില്ല. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കാറുണ്ട്, നമ്മളെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് സമയം കണ്ടെത്താറുണ്ട്, മറ്റുള്ളവരെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരെ
മറ്റുള്ളവരെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയം പ്രയോറിറ്റൈസ് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാറുണ്ടോ? നമ്മളെ ഇഷ്ടങ്ങൾ എന്താണ്? നമ്മളെ ചിന്തകൾ എന്തൊക്കെയാണ്? നമ്മളെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷിക്കുന്നത്? നമ്മൾക്ക് എന്തൊക്കെയാണ് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ? അങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾക്കായിട്ട് ചെയ്യേണ്ട പല പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? ഓരോരുത്തർക്കും എനിക്കുള്ള പേടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ലെങ്കിൽ വേറെ ആർക്കും അതറിയാം. എനിക്കിഷ്ടം ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം. ഞാനിപ്പോൾ പുസ്തകം വായിച്ചാലാണ് ഞാൻ കൂടുതൽ സന്തോഷമായിട്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നേച്ചറായിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന സമയത്താണ് കൂടുതൽ സന്തോഷമായിട്ടിരിക്കുക. ഞാൻ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആകാശം നോക്കിയിരിക്കുക, മൂണിനെ നോക്കിയിരിക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതൽ റിലാക്സേഷനും ഇതുപോലെ നിങ്ങളെ റിലാക്സ് ആക്കുന്ന, നിങ്ങളുടെ സമയം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്യല് സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്കാവുന്നുണ്ട്. ഞാൻ നിക്ക് മാത്രമൊന്ന് വിചാരിച്ചു. അതെ, ഇവിടുത്തെ പ്രശ്നമാണെന്ന് വിചാരിച്ചു സ്റ്റക്കാവുണ്ട് ഇടയ്ക്ക്. സ്റ്റക്ക് ആവുന്നുണ്ട്. ഞാൻ കരുതി എനിക്ക് മാത്രമാണ്. സോറി. ഹലോ, ഇപ്പൊ ഓഡിബിൾ ആണോ? കേൾക്കാവോ? ഓക്കെ, താങ്ക് യു. റിയലി വെരി സോറി, വൈഫൈൻ്റെ ചെറിയൊരു പ്രശ്നമാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് നിങ്ങളെ പേഷ്യൻസ്, നിങ്ങളെ ക്ഷമിച്ചു. ഓക്കെ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്ന് ശരിക്കും നമ്മൾ അവെയർ ആവുന്നില്ല. ഇപ്പൊ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതിന്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു ഫുൾ ആവാത്ത ഒരു അവസ്ഥ ഫീൽ ചെയ്യാറില്ലേ? പല കാര്യങ്ങൾ നമ്മൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടും എനിക്ക് എന്തോ എവിടേക്കോ എന്തൊക്കെയോ മിസ്സാവുന്ന പോലെ ഒരു ഫീൽ വരാറില്ലേ നിങ്ങൾക്കൊക്കെ? ഏഹ് പല പല കാര്യങ്ങൾ ചെയ്തിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എനിക്ക് എന്തോ ഒരു ഫുൾഫിൽ ആവാത്ത ഒരു ഫീൽ വരുന്ന ഒരു ഫീൽ. അത് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈൻഡ്ഫുൾ മൈൻഡ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങൾ ചെയ്യുന്ന
സമയത്തും നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്നതായിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ്സിനോട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ മൈൻഡ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ നിങ്ങളൊക്കെ? പലരും ഫുഡ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫോൺ യൂസ് ചെയ്തിട്ടായിരിക്കും ഫുഡ് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടി വി കണ്ടുകൊണ്ടായിരിക്കും ഫുഡ് കഴിക്കുക. നിങ്ങൾ പലപ്പോഴും ആ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടോ? ഇത് ഞാൻ കഴിക്കുന്നത് അറിഞ്ഞ് അനുഭവിച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ? ആ ഒരു ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ പ്രയത്നം പരിശ്രമങ്ങളും അതിന്റെ മുന്നിലുണ്ട്. അതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഒരിക്കലല്ല. നമ്മൾ എന്തൊക്കെയോ പണി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെല്ലോ ചെയ്യുന്നുണ്ട്, തിരക്ക് പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഇപ്പം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റക്കാണോ? ഓക്കെ ആണോ? ആസിയ മാം ഒന്ന് പറയാമോ? എനിക്കിവിടെ എല്ലാവരും ഇടയ്ക്ക് സ്റ്റക്കായിട്ടാണ് കാണുന്നത്. അല്ല, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, എന്നാൽ കുഴപ്പമില്ല, സെറ്റാണ്. മുന്നോട്ട് പോയിക്കോളൂ. ആ ഓക്കെ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ ടേസ്റ്റ് ഫസ്റ്റ് കഴിക്കുന്ന ആ ഒരു ഉരുളയിൽ, അതായത് ഫസ്റ്റ് കഴിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് ആ ഫുൾ ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം, ചിലപ്പോൾ അതും കിട്ടാറില്ല. ചിലപ്പോൾ നമ്മൾ എന്തെല്ലോ ചിന്തകളിലൂടെ എന്തൊക്കെയോ ചെയ്ത് എന്തിൻ്റെക്കോ തിരക്കിന്റെ ഇടയിലായിട്ട് നമ്മൾ ഇത് പറ്റൂല, ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുക്കിംഗ് ചെയ്യുന്ന സമയം അതിന്റെ വീഡിയോയിൽ ഇടുന്ന സമയത്താണ് തോന്നുന്നത് സ്ട്രക്ക് ആവുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. യെസ്. ഓക്കെ. സ്ട്രക്ക് ആവുന്ന സമയത്ത് ഒന്ന് പറയണേ. ഇപ്പൊ പ്രശ്നം ഇല്ലല്ലോ? ഓക്കെ. ഇപ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് പൊതുവെ സ്ത്രീകൾ മൾട്ടി ടാലന്റഡ് ആണെന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ ഒരാൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ചെയ്യും. അപ്പം മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറയും. ചില ആൾക്കാർ പറയും എനിക്ക് ഒരു സമയം ഒരു പണി മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളത്. അത് മറ്റുള്ളവർ ഒരുപാട് കാര്യം ചെയ്യുന്ന സമയത്ത് അത് നോക്കിയിട്ട് പറയും എനിക്ക് എന്താ ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത്. ശരിക്കും അതൊരു നമ്മുടെ പ്രശ്നമായിട്ടല്ല കാണേണ്ടത്, അത് നമ്മുടെ ഒരു ബെനിഫിറ്റ് കൂടിയാണ്. കാരണം ഒരു സമയത്ത് ഒരു കാര്യം മാത്രം മൈൻഡ്ഫുൾ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തന്നെയാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് മൈൻഡിന് രണ്ട് തരമുണ്ട്. മൈൻഡ് ഫുള്ളായിട്ട് ഇരിക്കുന്ന അവസ്ഥ ഒന്ന്, രണ്ടാമതെന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ ആയിട്ടുള്ള അവസ്ഥ. ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് ചിന്തകൾ, ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റീസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, അതാണ് മൈൻഡ് ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ് ആയിട്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കാമായിട്ട് വെയിറ്റ്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഒരുപാട് സ്ട്രെസ്സായിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതിൻ്റെ ഭാരം കൂടിയ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നല്ല സമാധാനമായിട്ടുള്ള നല്ല കാമായിട്ടുള്ള കൂളായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മൈൻഡ് ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ, അതായത് മൈൻഡ്ഫുൾ അല്ല, മൈൻഡ് ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ആങ്സൈറ്റീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് പല പല ചിന്തകളും മൈൻഡിലിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഈ ബ്രീത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക്
ശ്വാസത്തിന്റെ തടസ്സം, ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അറ്റാക്ക്, അതുപോലെ ആൻസൈറ്റീസ്, ഒരുപാട് ഡിപ്രഷന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ സ്റ്റുഡൻസിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോക്കസ് കിട്ടുന്നില്ല, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ മറവി, ടെൻഷന്, ആ ഒരു കോൺസെൻട്രേഷൻ ഇല്ലായ്മ, അതൊക്കെ ഈ മൈൻഡ് ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. അതിനെല്ലാം ഫോക്കസ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ടൂളാണ് നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു മെഡിറ്റേഷനിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ പല പല സിറ്റുവേഷനിൽ പല പല കാര്യങ്ങളിലൂടെ ഓടി നടന്നിട്ടാവും ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. ഈ ഒരു പോയിന്റിൽ എത്തിയ സമയത്ത് നമ്മൾ എല്ലാ ചിന്തകളിൽ നിന്നും നമ്മൾ എല്ലാ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നും മാറിയിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ ഈ സെഷനിൽ കേൾക്കുകയാണ്. ഈ സെഷൻ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകൾ പല പല സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എപ്പോഴായിരിക്കും കഴിക്കുക, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവോ, അവർക്ക് ഫുഡ് കൊടുക്കാനായോ, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ വീട്ടുമായിട്ട് നമ്മുടെ ഫാമിലിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പല ചിന്തകളും ഈ ഒരു സെഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലൂടെ പോകുന്നുണ്ടാവും. അതിനർത്ഥം നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, ഫോക്കസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ നമ്മുടെ മൈൻഡ് ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മാത്രം ഫോക്കസ് ആയിട്ട് നമ്മൾ 100% നമ്മൾ ഇവിടെ കൊടുക്കുക. നമ്മൾ 100% ഇവിടെ കൊടുത്തിട്ട് നമ്മൾ വീഡിയോ മോഡിൽ ഇരിക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ അവിടെയാണ് വരുന്നത്. ആ മൈൻഡ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ മോഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ 100% നമ്മളിവിടെ കൊടുക്കുകയാണ്. 3 തരത്തിലുള്ള നമ്മളെ മൈൻഡിന്റെ സ്റ്റേറ്റ് ആണുള്ളത്. ഒന്നാമത്തത് എന്നുള്ളത് ഖരാവസ്ഥ എന്നുള്ളതാണ്. ഖരം, ദ്രാവകം, വാതകം എന്നുള്ള 3 അവസ്ഥകൾ. അത് നമ്മളെ മൈൻഡിനെ, നമ്മുടെ ചുറ്റുപാടും ആ ഒരു കാര്യം കൊണ്ട് കണക്റ്റഡ് ആണ് എങ്കിൽ കൂടി നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിന് 3 അവസ്ഥകളാണ്. ലിക്വിഡ് സ്റ്റേറ്റ്, അതേപോലെ സോളിഡ് സ്റ്റേറ്റ്, അതുപോലെ ആ ഒരു ഗ്യാസ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു കഷ്ടപ്പാടും ദുരിതവും, എനിക്ക് എപ്പോഴും പ്രോബ്ലംസ് ആണ്, എൻ്റെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണ്, ഫാമിലി പ്രോബ്ലംസ് ആണ്, കരിയർ ഇഷ്യൂസ് ആണ്, ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് ആ പ്രശ്നത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ കുടുങ്ങിയിട്ട് ആ ഒരു സ്ട്രെസ്സിലും ആ ഒരു ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥയിൽ ഇരിക്കുന്നതാണ് ആ ഒരു സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ആ സോളിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും എല്ലായിടത്തും ബ്ലോക്കേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മുടെ മുമ്പിൽ എത്ര ഓപ്പൺ ആയിട്ടുള്ള സ്പേസസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ബ്ലോക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റ് ആണ്, അതായത് ഖരാവസ്ഥ, കട്ടിയായിട്ട് നിൽക്കുന്ന അവസ്ഥ. അതിനെ ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അലിഞ്ഞിട്ടോ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്താ പറയാ ചലിക്കാനോ മൂവ് ചെയ്യാനോ അതിന് സോളിഡ് സ്റ്റേറ്റിലാണ് എന്താ പറയാ ഈ പല പല ഇപ്പൊ മെഡിറ്റേഷൻ പറഞ്ഞ പോലെ ഓഡിബിൾ ആണോ? ഓക്കെ. സോളിഡ് സ്റ്റേറ്റ് കംപ്ലീറ്റ് കേട്ടായിരുന്നോ? ഒന്നുകൂടെ പറയണം. സോളിഡ് സ്റ്റേറ്റ്സ് കുറച്ചേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കി ആ സ്റ്റെപ്പ്. ശരി. ഓക്കെ, താങ്ക് യു. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് നമ്മുടെ മൈൻഡിന്റെ 3 അവസ്ഥയിൽ ഒരു സ്റ്റേറ്റാണ് നമ്മൾ പറയുന്നത് സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥ. ആ ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ കഷ്ടപ്പാടും ദുരിതവും ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ഫിനാൻഷ്യൽ ആയിട്ടും കരിയർ ആയിട്ടും ഫാമിലി ആയിട്ടും ഫ്യൂച്ചർ ആയിട്ടും അങ്ങനെ മെയിൻ ആയിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ, നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ട് ഒരു വീക്ക് ആയിട്ടുള്ള ആ ഒരു അവസ്ഥ എന്നുള്ളതാണ്
ഈ ഒരു സോളിഡ് സ്റ്റേറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കുന്ന എല്ലാ സ്ഥലത്തും ബ്ലോക്ക് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്ക് എന്ത് തുടങ്ങണം എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ സെഷൻ അറ്റൻഡ് ചെയ്യണം നമുക്ക് തോന്നും, പക്ഷെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും, പക്ഷെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെ എല്ലാത്തിലും നമുക്കൊരു ഓവർ എന്താ പറയുക, ഓൾ ഇൻ ഓൾ നമുക്കൊരു സ്റ്റെക്ക് ഫീൽ വരൂലേ. ആ ഒരു ഫീൽ വരുന്ന സമയത്താണ് ഈ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യമാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് സ്റ്റേറ്റ് പറഞ്ഞാൽ വെള്ളം, ദ്രാവകത്തിന്റെ ആ ഒരു അവസ്ഥ. ആ ഒരു ദ്രാവകം എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത്, അത് എവിടെയാണോ നിലകൊള്ളുന്നത് അതിന്റെ ആകൃതി ആയിരിക്കും ആ വെള്ളത്തിന് ഉണ്ടാവുക. അതുപോലെ ആയിരിക്കും നമ്മൾ ആ ഒരു ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക. നമുക്ക് ഒരവസ്ഥ വന്നു, ആ അവസ്ഥയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. അത് ഇരിക്കും. ചില സമയത്ത് ചില പ്രോജക്റ്റിൽ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ ആ ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ബ്ലോക്ക് റിസൾട്ട് അവസ്ഥയാണ് ലിക്വിഡ് സ്റ്റേറ്റ്. അതെല്ലാം കഴിഞ്ഞിട്ട് മൈൻഡ്ഫുൾനെസ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു സ്റ്റേറ്റ് ആണ് എയർ, അതായത് വാതക അവസ്ഥ എന്ന് പറഞ്ഞാല് മൂന്നാമത്തെ ആ ഒരു സ്റ്റേറ്റ്. ആ ഒരു സ്റ്റേറ്റിൽ നമ്മുടെ ഈ ലോകത്ത് വെറും 5% ആൾക്കാർ മാത്രമേ ആ ഒരു മൈൻഡ്ഫുൾനെസ് ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അവരുടെ മുന്നിലുണ്ടാവും, പക്ഷെ അവരതെല്ലാം തരണം ചെയ്യും. കാരണം അവരുടെ മൈൻഡ് സെറ്റ് വിശാലമായതിനെ കൊണ്ട്. മൈൻഡ് സെറ്റ് വിശാലമാകുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതെ ആവും ഇൻ ദ സെൻസ് അതിനോടുള്ള അപ്രോച്ച് അത് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനോടുള്ള അപ്രോച്ച് ഇത് എനിക്ക് എന്തോ പഠിക്കാനുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുണ്ട്, ഇത് എൻ്റെ ക്രിയേറ്റർ എനിക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും എനിക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കാര്യം നമുക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു മൈൻഡ്ഫുൾനെസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്നുള്ളതാണ്. ഈ മൂന്ന് അവസ്ഥയിലും നിങ്ങൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ളതൊന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ ആണെന്നില്ല, ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് നോക്കുക, ഞാൻ ഏത് അവസ്ഥയിലാണ്, ഈ സോളിഡ് സ്റ്റേറ്റിലാണോ ലിക്വിഡ് സ്റ്റേറ്റിലാണോ അല്ലെങ്കിൽ ഈ ഒരു വാതകം എയർ സ്റ്റേറ്റിലാണോ ഉള്ളത് എന്നത്. ഖരം, ദ്രാവകം, വാതകം, ഈ മൂന്ന് അവസ്ഥയിലും ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത്. ഈ സ്ട്രെസ് കുറയ്ക്കും എന്നുള്ളതാണ് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ മെയിൻ ആയിട്ട് ഉള്ള കാര്യം. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷെ ആ സ്ട്രെസ് മാനേജ് ചെയ്യാനും ആ സ്ട്രെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളതും ആ ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കാര്യം പെട്ടെന്ന് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഈ ഒരു സെഷനിൽ ഇരുന്നുകൊണ്ട് കിട്ടുന്നില്ല ഒരുപാട്. നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരുപാട് അടുത്തെന്താ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരാൻ ലേറ്റ് ആകുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും. ഇവർക്ക് എന്താ സംഭവിച്ചത്, അവർക്ക് എന്ത് പറ്റി, ഇത്ര സമയമായിട്ട് വന്നില്ലല്ലോ എന്നുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. എന്താ ഇത്ര നേരമായിട്ട് വിളിക്കാത്തത്, അല്ലെങ്കിൽ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്, അങ്ങനെ ഒരുപാട് ചെയ്യാൻ പറ്റാത്ത, കാരണം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം നമ്മൾ ചിന്തിച്ച് കാട് കയറി പോകുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് ആ ആൻസൈറ്റിനെ കുറക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇംപ്രൂവ് ഇമ്മ്യൂൺ പവർ, അതായത് ഇമ്മ്യൂൺ ഫംഗ്ഷന് നമ്മളെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത്. ഇപ്പൊ ഒരു ഡോക്ടർ നമ്മൾ
കൺസൾട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ അസുഖങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ നമ്മളെ അടുത്ത് ചോദിക്കുക എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഡോക്ടർമാർ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് മരുന്ന് തരിക ആ ടെൻഷനും സ്ട്രെസ്സിനുള്ളതാണ്. ഇപ്പോൾ ഈ ഹോമിയോപ്പതിക്കിലൊക്കെ മെയിനായിട്ട് നമുക്ക് ആദ്യം ആ ഒരു ടെൻഷൻ കുറയ്ക്കാനുള്ള സ്ട്രെസ് കുറയ്ക്കാനുള്ള മരുന്നാവും തരിക. കാരണം ഏതൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താലും അവർ ചോദിക്കുന്ന കാര്യം ഈ ഒരു കാര്യമാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ പൊതുവേ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് നമ്മളെ മൈൻഡ് ഫുള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരുപാട് സൈക്കോസമാറ്റിക് ഡിസീസസ്, അതായത് നമ്മുടെ തലവേദന, കാലുവേദന, പുറം വേദന, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നമ്മളെ ബോഡി റിയാക്ട് ചെയ്യണം നമ്മളോട്. നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെ ബോഡി നമുക്ക് റിയാക്ട് ചെയ്തിട്ട് സൈന് തരികയാണ്. ഇന്ന ഇന്ന വേദനകളൊക്കെ തന്നിട്ട് നമുക്ക് അതിനുള്ള സൈന് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ തന്നിട്ട് എന്നിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകും നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ ഡോക്ടർ ചോദിക്കും നിങ്ങൾക്ക് സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് അവർ ഡോക്ടർ അതിനുള്ള മരുന്ന് തരും. അപ്പം എന്നിട്ടാണ് നമുക്ക് നമ്മുടെ ആക്ച്വൽ രോഗത്തിനുള്ള മരുന്ന് തരിക. അതിലും മാറിയിട്ടില്ല ഒരു 90% അസുഖങ്ങളും നമ്മൾ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. നമ്മൾ എന്താ പറയാ ഹെൽത്ത് പരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബോഡി നമുക്ക് റിയാക്ട് ചെയ്തിട്ട് കാണിക്കും. ഒരുപാട് വേദനകളും മാസത്തിൽ 2 പനി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ബോഡി നമുക്ക് സൈനായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റും തുടങ്ങും. അതുപോലെ 4ാമത്തെ കാര്യമാണ് ബെറ്റർ മെമ്മറി എന്നുള്ളത്. മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബെറ്റർ മെമ്മറി പഠിക്കുന്ന സമയത്ത് അവർ പറയും എനിക്ക് മൈൻഡിൽ ഒന്നും വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, എനിക്ക് കൂടുതൽ പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അങ്ങനെ ബെറ്റർ മെമ്മറി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് റെഡ്യൂസ് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. 2ാമത്തത് ആങ്സൈറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. 3ാമത്തെ കാര്യം ഇമ്മ്യൂൺ ഫങ്ഷനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ കാര്യം ബെറ്റർ മെമ്മറിയാണ്. മെമ്മറി പവർ കൂട്ടുക എന്നുള്ളതും കൂടി മൈൻഡ്ഫുൾനെസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഫോക്കസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ഫോക്കസ് കൂട്ടി പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടിത്തരിക എന്നുള്ളത് അതുപോലെ അത് ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിലുള്ള ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് കൂടിയാണ്. നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ടാവും നമ്മുടെ വീട്ടിലും നമ്മുടെ ഫാമിലിയിലും നമ്മുടെ വർക്കിലും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിയുന്നുണ്ടാവും. പക്ഷെ അവിടെയൊക്കെ ഒരു ലാക്കിംഗ് ഫീൽ നമുക്ക് അനുഭവപ്പെടും. എത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് എന്തോ ലാക്കായിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഫോക്കസും അതിൽ ഇൻവോൾവ് ആവാത്തതിനെ കൊണ്ടാണ്. നമ്മൾ എവിടെയാ ഫോക്കസ് വരുന്നോ അവിടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി വരും. നമുക്കവിടെ ഫോക്കസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രൊഡക്ടിവിറ്റി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ വീട്ടിലൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഇപ്പം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് ഇപ്പം നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഇപ്പം നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ ഇത് കഴിക്കുന്ന സമയത്ത് അവർക്കത് കിട്ടുന്ന അതിനെ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെസ്സിൽ ടെൻഷനിൽ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് വേണ്ടാത്ത ചിന്തകൾ നിറച്ചിട്ടാണ് നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്ന ആൾക്കാർക്കും സെയിം വൈബ്രേഷൻ കിട്ടും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഫീലില് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നല്ല ആഹ്ലാദത്തോട് കൂടിയിട്ട് നല്ല ഒരു ഉന്മേഷത്തോട് കൂടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം മാത്രമല്ല, ഇപ്പം ഓവറോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിലും ഈ ഒരു പ്രൊഡക്ടിവിറ്റി, ആ ഒരു ഫോക്കസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഒരു സ്റ്റോറി ഉണ്ട്. ഒരു ആള് അയാൾക്ക് അയാളെ പാരൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. അയാളുടെ അമ്മേൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമുള്ള ആള് അയാൾ ചെയ്യാത്തൊരു കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന സമയത്ത് അവിടെ നിന്നിട്ട് അയാൾക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുണ്ട്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്ക് അയാളുടെ മാതാവിനെ ഒട്ടും ഇഷ്ടമല്ല. അയാൾ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ മാതാവിനെ കുറ്റം പറഞ്ഞിട്ടും ഈ ചിന്തകളിലൂടെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു വൈബ്രേഷനിലൂടെയാണ് ഇയാൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് ആ ജയിലിലുള്ള അവിടെയുള്ള എല്ലാവരും, ആ ഒരു തടവുകാരായിട്ടുള്ള എല്ലാവരും ആ ഭക്ഷണം കഴിക്കുന്നത്. എന്നിട്ട് ഈ ഒരു മാതാവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടല്ലോ അവിടെ എത്തിയിട്ടുള്ള ആ ഒരു വ്യക്തി ആ ഭക്ഷണം കഴിക്കുകയാണ്. ആ ഭക്ഷണം ചെയ്തിട്ട് അവർക്കും ആ ഒരു മാതാവിന്റെ ദേഷ്യം ഫീൽ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്
നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒരുപാട് ചിന്തകൾ ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു കാര്യത്തില്, ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ മെജോറിറ്റി ആൾക്കാരും സ്ത്രീകളാണ് എന്നുള്ള ഒരു കാര്യത്തിലാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ആക്റ്റീവ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താണ്, ഇതിലൊക്കെ ഇപ്പം കാര്യമുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിൽ കാര്യമുണ്ട്. നമ്മൾ ഒരു ദിവസം ഒന്ന് ഫീൽ ചെയ്തിട്ടൊന്ന് ഭക്ഷണം ഉണ്ടാക്കി നോക്കിക്കേ, ഒരു സന്തോഷത്തിൽ ആ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് ആ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരു ഉപ്പിടുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മുളക് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളത് കറിക്ക് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു എല്ലാ ഫോക്കസ്ഡ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ, നമുക്ക് അന്നത്തെ ദിവസം മുഴുവനും ആ ഒരു ഓൺ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മെഡിറ്റേഷൻ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, നമ്മുടെ ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട്, പ്രൊഡക്റ്റീവ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ഒരു നമ്മുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നൊക്കെ മാറിയിട്ട് പോസിറ്റീവ് ചിന്തകളിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പല ആൾക്കാരും മോർണിംഗ് മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാറുണ്ട്. കാരണം മോർണിംഗിൽ നമ്മൾ അത്രയും കാം ആൻഡ് കൂളായിട്ട് എണീക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് കോങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പല ആൾക്കാരും നമ്മളൊക്കെ എണീക്കുന്ന സമയത്ത്, അതായത് എണീക്കുന്ന സമയത്ത് ഏറ്റവും ഇന്നിപ്പോ എണീക്കേണ്ടേ, അല്ലെങ്കിൽ ഇന്നിപ്പോ ജോലിക്ക് പോകണ്ടേ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കണ്ടേ എന്നുള്ള ചിന്തകളിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യാനുള്ളതാണെന്നുള്ള ആ ഒരു ചിന്തയിലൂടെ നിങ്ങൾ നാളെ മുതൽ ഒന്ന് എണീച്ച് നോക്കിക്കേ. എണീച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ക്രിയേറ്ററിനെ, നമ്മുടെ സൃഷ്ടാവിനെ, നമ്മൾ ഏത് മതവിശ്വാസിയാണ് എന്നുണ്ടെങ്കിലും ആ ഒരു ക്രിയേറ്ററിനെ നമ്മൾ നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആ ദിവസം മുഴുവൻ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നേരെ മറിച്ചിട്ട് നമ്മൾ ഹറിബറി ആയിട്ട് ലേറ്റ് ആയല്ലോ എന്നുള്ള ആ ഒരു സ്റ്റെപ്പിൽ, ആ ഒരു ദേഷ്യത്തിൽ, ആ ഒരു കാര്യത്തിൽ നമ്മൾ എണീച്ചിട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം മുഴുവനും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ എല്ലാ ദിവസവും ഗ്രാറ്റിറ്റ്യൂഡിനെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഏതൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും, ഏതൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്തും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മെയിനായിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള മൈൻഡ്ഫുൾനെസ്സിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മളെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട്, ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ട് ഒരു കാര്യത്തിൽ മാത്രം ഇരിക്കുന്നത്. മൈൻഡ് ഫുള്ളായിട്ടിരിക്കാൻ അവസ്ഥ പല 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 കാര്യങ്ങൾ കൊണ്ട് മൈൻഡ് ഫുള്ളാക്കാതെ ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റെക്കാണോ? ഓക്കെ. അപ്പം നമ്മുടെ നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് എൻ്റെ നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂ ആണ്. സോറി, നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും സോറി പറയാണ്. ഇറ്റ്സ് ഓക്കെ, അൽഹംദുലില്ലാ. ഇത്രയും സമയം എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നല്ലോ, അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇത് റിലേറ്റഡ് ആയിട്ട് കുറെ കേട്ടിട്ടുണ്ടാവില്ല, കുറെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച് ബസ്ല മാം. ഞാനിങ്ങനെ ബസ്ല മാമിന്റെ ഒഴുക്കിനുള്ള വാക്കുകൾ കേൾക്കാൻ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എന്താ വെച്ചാല് നമ്മൾ ഓരോ തവണയും എൻ്റെ GC44-ലുള്ളതും GCTP-ൽ വന്നതും ഒക്കെ ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇടയ്ക്ക് നെറ്റ് പോയതിന് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സംശയങ്ങൾ പലർക്കും കുറവായിരിക്കും. എന്താ വെച്ചാല് എല്ലാരും അറിവ് നേടി അതെല്ലാം പ്രാക്ടിക്കലി ചെയ്ത് സംശയങ്ങൾ കുറവാണ്. ഞാൻ ഓൾറെഡി എല്ലാ ദിവസങ്ങളും പറയാറുള്ളതാണ്. ലാസ്റ്റ് ആവുമ്പോ പിന്നെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യലെന്ന് വെച്ചാല് അത് റെക്കോർഡ് കട്ടാക്കി കഴിഞ്ഞിട്ട് സംസാരിക്കാനായിട്ട് ടൈം കൊടുക്കുക ചെയ്യല്. അപ്പോഴെങ്കിലും എന്താ വെച്ചാല് ആ സ്വന്തത്തിനോടുള്ള ഒരു ഇഷ്ടം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കലുള്ളത്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം. എന്താണ്, ആരെങ്കിലും ഉണ്ടോ?
ഓക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെയാണ് കാരണം. നമ്മൾ അറിയുന്ന അറിവുകള്, നമ്മൾ എല്ലായിടത്തു നിന്നും അറിവുകൾ നേടിക്കഴിഞ്ഞിട്ട് നമ്മളത് പ്രാക്ടിക്കലി നമ്മളിലേക്ക് സെറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് മുഴുവനും നമുക്ക് അറിവുകൾ നേടാൻ പറ്റും. അത് യൂസ് ചെയ്യാതിരിക്കും തോറും അത് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ ഡൗട്ടുകളൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് ബസ്ല മാം. ബസ്ല മാം. മാമ ഒരു ഹലോ, ഒരു ചോദിച്ചു. സംശയം ഉണ്ടെന്ന് പറഞ്ഞു തരാമോ? ആ ലിക്വിഡ് ചോദിച്ചു. സ്റ്റേജ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ? ലിക്വിഡ് സ്റ്റേജ് ഓക്കെ ബസ്ല ലിക്വിഡ് മാം. സ്റ്റേജ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ? സോളിഡ് മനസ്സിലായി പോയോ? ഇല്ല ഉണ്ട് ഇല്ല ഇവിടെ. കേക്കണ്ട്, പറഞ്ഞോളൂ. ആ ലിക്വിഡ് സ്റ്റേജ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ലിക്വിഡ് സ്റ്റേജ് സോളിഡ് മനസ്സിലായി, ലിക്വിഡ് സ്റ്റേജ് ലിക്വിഡ് മാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വെള്ളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയൂലേ. വെള്ളം അങ്ങനെ ആ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളത്തിനൊരു ഷേപ്പ് ഇല്ല. വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ആ ഒരു പാത്രത്തിന്റെ ആകൃതിയാണ്. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ ആകൃതിയാണ്. അപ്പം അവിടെ എന്ന് പറഞ്ഞാല് എന്താ, അങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. എവിടെയും സ്റ്റെക്ക്. ഇപ്പം നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പറഞ്ഞ ഒരു ഒഴുക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ആ, ഇപ്പൊ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തിൽ നമ്മൾ കുടുങ്ങി കിടക്കൂല. ആ പ്രശ്നം നമ്മൾ ഓവർകം ചെയ്തിട്ട് മുന്നോട്ട് പോകും. കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കും. ഇപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ഡിസിഷൻ എടുക്കേണ്ട, ഒരു സെൽഫായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു കാര്യം വന്നു. അതിൽ നമ്മൾ സ്റ്റെക്കായിട്ട് നിൽക്കാതെ അതിൽ എന്ത് ഞാൻ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റെക്നെസ് ഫീൽ ചെയ്യാതെ അതിൽ ഹയർ ആയിട്ടുള്ള, അതായത് നന്നായിട്ടുള്ള ഒരു ഡിസിഷനെ, നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും നന്നായിട്ടുള്ള ഒരു ഡിസിഷനെ അതിൽ എടുക്കാൻ വേണ്ടി പറ്റും. ബ്രേക്ക് ദ പ്രോബ്ലം ആൻഡ് മൂവ് എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയാ ലിക്വിഡ് സ്റ്റേറ്റിന്റെ പ്രത്യേകത. നമുക്ക് വന്നിട്ടുള്ള ആ പ്രോബ്ലത്തിനെ നമ്മൾ ബ്രേക്ക് ചെയ്യും. അതായത് ഇപ്പോ നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രോബ്ലം, പലർക്കും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വീഡിയോ മോഡിൽ വരിക എന്നുള്ള ഒരു പ്രോബ്ലം ഇൻ ദ സെൻസ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചില ആൾക്കാർക്ക് തിരക്കിലായിരിക്കും, ചില ആൾക്കാർ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കും. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ അതിനെ എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, നമുക്ക് വന്നിട്ടുള്ള നമുക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രോബ്ലം ബ്രേക്ക് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ വീഡിയോ മോഡ് ഓൺ ആക്കിയിട്ട് ഇരിക്കുക എന്നുള്ളത്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ നിങ്ങളവിടെ വീഡിയോ മോഡ് ഓൺ ആക്കി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ പ്രോബ്ലത്തിനെ ബ്രേക്ക് ചെയ്തിട്ടൊരു റൈറ്റ് ഡിസിഷൻ എടുത്തു. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റെക്നെസ് ഫീൽ ചെയ്യുമ്പം ആ സ്റ്റെക്നെസ്സിനെ ഫീൽ ചെയ്യാതെ നമ്മൾ അതിനൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. താങ്ക് യു മാം, താങ്ക് യു. അപ്പൊ മൂന്നാമത്തെ അവസ്ഥ ജ്ഞാനികൾക്കുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തവക്കൽ ചെയ്യുന്നവർക്കുള്ളതല്ലേ മൂന്നാമത്തെ സ്റ്റേജ്? ഒന്നും രണ്ടും മനസ്സിലായി. മൂന്നാമത്തെ സ്റ്റേജ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അതല്ലേ മാം പറഞ്ഞത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഹാലാണ് അല്ലേ? നമ്മുടെ സോളിനെ സോളിനെ അൽഹംദുലില്ലാ തൊട്ടറിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു മനസ്സിലായിട്ട് ഫോക്കസ് ആയിട്ട് ഇരിക്കുന്ന അത് ഒരു നമുക്ക് അവസ്ഥയാണ് മൂന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല്. അറ്റൈൻ ചെയ്യാൻ വലിയ പാടാണ് അല്ലേ? മനസ്സങ്ങ് വൈബ്രേറ്റ് ചെയ്തങ്ങ് ഓടി നടക്കുന്ന മനസ്സല്ലേ? നല്ലൊരു ക്ലാസ് ആയിരുന്നു. ആ മൈൻഡ്ലെസ്സിന് നല്ലൊരു താങ്ക് യു ക്ലാസ്, സോ മച്ച്. അൽഹംദുലില്ലാ. നമ്മൾ അതിനെ എത്രത്തോളം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് അതിന് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾക്ക് പെട്ടെന്ന് ഒരു ദിവസം നമുക്കത് വേണം, ആ ഒരു അവസ്ഥ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഓടി ചെന്നിട്ട് നമുക്ക് അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം. അതിന് മെഡിറ്റേഷൻ ചെയ്യേണ്ടി വരും, അഫർമേഷൻ വേണ്ടി വരും, ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അങ്ങനെ ഒരുപാട് ടൂൾസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ആസിയ മാം കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയുന്ന ആൾക്കാരാണ്. ഞാനിത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ഓരോ ടൂൾസും പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കൈവെള്ളയിൽ നമുക്കത് കിട്ടുന്നത്, നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് ഒഴുകി നീങ്ങുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മുടെ ആ ഒരു വാതക അവസ്ഥ. അത് കാറ്റെന്ന് പറയും. കാറ്റിന് എവിടെയെങ്കിലും പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ലല്ലോ. ആ കാറ്റ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ആ കാറ്റ് സഞ്ചരിക്കുന്ന സമയത്ത് പല മരങ്ങളുണ്ടാവും, വലിയ വലിയ മലകളുണ്ടാവും. ആ മലകളെയും മരങ്ങളെയും അരുവികളെയും എല്ലാത്തിനെയും തഴുകി തട്ടി മാറ്റിയിട്ട് ആ കാറ്റ് എല്ലാ സ്ഥലത്തേക്കും പടർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു അവസ്ഥയാണ് കാറ്റായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. താങ്ക്സ്. ഹൈലി അപ്രീഷിയേറ്റ് ക്ലാസ്, ഹൈലി ഇൻഫോർമേറ്റീവ്. താങ്ക് യു മാം, താങ്ക് യു മാം. ഇതിലെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയ മാമനും വളരെ ഒരു താങ്ക് യു സോ മച്ച്. ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തോന്നി.
അപ്പൊ അതിനുള്ള ടൈം ഉണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കഥയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിപ്പോയിട്ട് തിരിച്ചു തരാം. ഓക്കെ. അതായത് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ കുറെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാര് അവരുടെ പഴയ പ്രൊഫസറെ കാണാൻ വേണ്ടിയിട്ട് പ്രൊഫസറെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, ആ പഴയ വിദ്യാർത്ഥികളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ പ്രൊഫസർക്ക് ഭയങ്കര സന്തോഷമായി. ആള് നല്ല അവരെ എല്ലാരെയും സ്വീകരിച്ചിരുത്തി അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെല്ലാരും ഉന്നത നിലയിലാണ്, ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവര്, നല്ല എന്താ പറയുക, സമ്പത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോഴും പ്രൊഫസർ ഇങ്ങനെ ശ്രദ്ധിച്ചത്, ഇവർക്ക് ഇതെല്ലാം ഉണ്ടായിട്ടും അവരുടെ അതിന്റെ ഒരു സന്തോഷമൊന്നും അവരുടെ മുഖത്ത് കാണുന്നേ ഇല്ല. അപ്പൊ ഓക്കെ, അവർ എന്നിട്ട് സംസാരിക്കുന്നതെല്ലാം ജോലിയുടെ കടുത്ത സമ്മർദ്ദങ്ങളെ കുറിച്ചും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ പ്രൊഫസർ ഇതെല്ലാം എന്ത് ചെയ്തു, അങ്ങനെ കേട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് പ്രൊഫസർ അകത്ത് പോയിട്ട് നല്ല ചൂടുള്ള കോഫി എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചു. അതോടൊപ്പം എന്ത് ചെയ്തു, കുറേ അധികം ഗ്ലാസ്സുകളും കൊണ്ടുവച്ചു. അപ്പൊ അതില് വിവിധ തരത്തിലുള്ള വില കൂടിയതും ഭംഗിയുള്ളതും അങ്ങനെ പല ടൈപ്പ് കപ്പുകൾ ചായക്കപ്പുകൾ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ അത് പല രാജ്യങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്നതൊക്കെ ഉണ്ട് പ്രൊഫസറുടെ കയ്യില്. അപ്പൊ എന്നിട്ട് പ്രൊഫസർ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പിലെങ്കിൽ ചായ ഒഴിച്ച് കുടിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പ്രൊഫസർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുമ്പോ എല്ലാവരും എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോഹരമായതും വിലയേറിയതുമായ കപ്പുകളിൽ ആ കാപ്പി ഒഴിച്ച് കുടിക്കുന്നതാണ് ഇതുണ്ട്. അപ്പത്തേക്ക് പ്രൊഫസർ പറഞ്ഞു, വില കുറഞ്ഞ കപ്പുകൾ ആർക്കും വേണ്ട, വിലയേറിയതും കാണാൻ ഭംഗിയുള്ളതും മാത്രം തെരഞ്ഞെടുക്കുക എന്നതാണ് ഇപ്പോ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ കാര്യം മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴും എപ്പോഴും എന്താണ്, മികച്ചത് മാത്രം മതി. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും കാരണം. അതെന്താ വെച്ചാല് പ്രതീക്ഷിച്ചത് ലഭിക്കാതെ വരുമ്പോ എല്ലാവരും പരാതിപ്പെടുന്നു. അന്നേരം ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി തുടങ്ങി അദ്ദേഹം പറയണത് എന്താണെന്ന്. അപ്പൊ അന്നേരം വീണ്ടും ആ പ്രൊഫസർ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് കാപ്പിൽ കുടിച്ചാലും കാപ്പിയുടെ രുചി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ നമുക്കെല്ലാം വേണ്ടത് കോഫി മാത്രമാണ്. പക്ഷെ നമ്മുടെ എല്ലാവരെയും ശ്രദ്ധ ആ കപ്പിലേക്കാണ് പോകുന്നത്. ആ കപ്പിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ കോഫിയുടെ രുചി ഒട്ട് അറിയുന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ, ആ കപ്പിൽ നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കും, അടുത്ത ഓരോരുത്തരുടെയും കപ്പുകളിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ആരുടേതാണ് ഏറ്റവും നല്ലത്, ആരുടേതാണ് ഏറ്റവും നല്ലത്, എന്റേതുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് അല്ലെ ഈ ആൾക്കാർക്കെല്ലാം എന്ന് വെച്ചാല് പ്രൊഫസറുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ ജീവിതമാണ് കാപ്പി. അതിൽ തൊഴില്, പണം, സ്ഥാനം, സോഷ്യൽ സ്റ്റാറ്റസ് ഇതൊക്കെ കപ്പുകൾ മാത്രമാണ്. നമ്മുടെ ജീവിതത്തില് നമ്മൾ എന്താ ചെയ്യണേ, നമ്മുടെ ജീവിതത്തിന് മേന്മ വർദ്ധിപ്പിക്കാനും പോഷിപ്പിക്കാനുമുള്ള ഉപകരണം മാത്രമാണ് എന്ത്, ഈ കപ്പ് എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്, ആ കപ്പിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യാല്, ഏറ്റവും സന്തോഷവാന്മാരായിട്ടിരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും, അവരിൽ പരാതി കുറവുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ആ ഒരു മൈൻഡ്ഫുൾനെസ് മറ്റു കാര്യങ്ങൾ ബാസ്ലമ്മ പറഞ്ഞ ആ കാര്യങ്ങളോട് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്ന് പരാതിപ്പെട്ടു എന്നുള്ളതൊന്ന് നിങ്ങൾ ചിന്തിക്കുക. അതോടൊപ്പം ആ പരാതിപ്പെട്ടത് എത്രയാണെന്ന് അറിയുന്നതോടൊപ്പം തന്നെ ഞാൻ എന്തൊക്കെ കാര്യത്തിന് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നും ഒന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതം മുൻപോട്ട് സന്തോഷകരമായി പോകണമെങ്കിൽ നമ്മുടെ പരാതികൾ കുറഞ്ഞ് അപ്രിസിയേഷൻ കൂടുതൽ ഉണ്ടാവണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിലും സ്വന്തത്തിനെയും മറ്റുള്ളവരെയും അപ്രിഷിയേറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ പറയാൻ വേണ്ടി ഇരുന്നല്ല, ഫസ്ലാമിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതും കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. അതാണ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. മാഷാല്ലാ. ആ ഒരു സ്റ്റോറി പറയുന്ന സമയത്ത് ഞാനിങ്ങനെ അത് കണക്ട് ആയിട്ട് ഇങ്ങനെ ഓരോ സ്റ്റോറീസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനും
വളരെ അപ്രീഷിയേറ്റ്, എന്താ പറയാ, കോയിൻസിഡന്റ് ആയിട്ട് വന്ന സ്റ്റോറീസ് ആണ്. ഇങ്ങനെ പറയാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു നമ്മൾ ഈ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിലൊരു ഹൈറായിട്ടുള്ള കാര്യം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്, നമുക്ക് പരാതിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ മാത്രമേ നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ റബ്ബ് നമുക്ക് തരുള്ളൂ. നമ്മളിപ്പം ഒരു ദിവസം ഇത്ര ഇത്ര പരാതികൾ, നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൽ നമുക്ക് പരാതിയുടെ പേപ്പർ മാത്രം നമുക്ക് കിട്ടണുള്ളൂ. അപ്പം ആ പരാതിക്കുള്ള പേപ്പർ, നമുക്ക് ഒപ്പിടാനുള്ള ആ പേപ്പർ നമുക്ക് കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പറയാനുള്ള അവസരമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ മാത്രമേ നമ്മുടെ ക്രിയേറ്റർ, നമ്മുടെ റബ്ബ് നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും, നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ ഇരുന്നു. ഈ ലോകത്ത് എത്ര എത്ര കോടി മനുഷ്യരുണ്ട്, ആ അത്രയും ആൾക്കാർക്ക് കിട്ടാത്ത, അത്രയും ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വിസ്ഡംസ് കൊടുക്കുന്ന ഈ മാജിക്കൽ ടോക്കിൽ നിങ്ങൾക്ക് ഇത്രയും സമയം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്ററിന്റെ അടുത്ത്, നിങ്ങളുടെ റബ്ബിന്റെ അടുത്ത് നിങ്ങൾ നന്ദി പറഞ്ഞേ പറ്റുള്ളൂ. മനസ്സ് തൊട്ടിട്ട് നിങ്ങൾ നന്ദി പറയാം. കാരണം ഇത്രയും അറിവുകൾ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ പറയണം, അൽഹംദുലില്ലാ നമുക്ക് ഈ നന്ദി തന്നു. കാരണം നമ്മളിപ്പോ ഇവിടെ ഒരുപാട് പേര് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇത് അറ്റൻഡ് ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് ആൾക്കാരുണ്ടാവും, പറ്റാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ക്രിയേറ്റർ നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അല്ലാണ്ട് ആരും ഇവിടെ ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവന്നതല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്പെഷ്യലി അപ്രീഷിയേറ്റ് ചെയ്യുക, ആൻഡ് ഗ്രാറ്റ്യൂഡ് അറിയിക്കുക. എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന്, ഇത്രയും സമയം എന്നെ കേട്ടതിന് നിങ്ങൾക്ക് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ആസിയ മാം. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.